ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിൽസ് ടെക് സെൻ്റർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് KYC കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾക്ക് സപ്പോർട്ടിൽ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ നമ്മുടെ മെയിൻ സ്ക്രീനിൽ, അതായത് ആപ്ലിക്കേഷൻ്റെ ഡാഷ്ബോർഡിൽ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ 3 ലൈനിൽ പ്രസ് ചെയ്യുക. ദെൻ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ സപ്പോർട്ട് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, അതിൽ പ്രസ് ചെയ്യണം. ഈ ഒരു സെക്ഷൻ മിക്ക ടൈമിലും, കാരണം ഒരുപാട് ട്രാഫിക് ഉള്ളത് കാരണം, ഒരുപാട് ആളുകൾ ഇപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നത് കാരണം ചില ടൈമെല്ലാം ആ ഒരു പേജ് എറർ കാണിക്കും. പക്ഷേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇരിക്കും അത്. ഒരുപാട് ആളുകൾ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നത് കാരണം നല്ല ട്രാഫിക് ആ ഒരു പേജിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ചില ടൈം എറർ കാണിക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇതുപോലെ ചിലപ്പോൾ എറർ കാണിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണിത്. ഞാൻ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു പേജ് വെച്ചിട്ട് ഞാൻ ഒരു ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ അത് കാണാൻ സാധിക്കും. എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ടിൽ എങ്ങനെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എററിനെ കുറിച്ച് ഒരു മെയിൽ അയക്കാം. അപ്പോൾ ഇതിൻ്റെ ഫോറത്തിലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേര് ഈ ഒരു രീതി യൂസ് ചെയ്തിട്ട് അവരുടെ KYC എല്ലാം കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകളുടെയും അവർ KYC മാക്സിമം ചെക്ക് ചെയ്തിട്ട് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ട്യൂട്ടോറിയൽ ഫോളോ ചെയ്തിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ആകെയുള്ള പ്രശ്നം ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യലാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ 3-4 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഈ പേജ് ഓപ്പൺ ആയത്. അപ്പോൾ KYC കിട്ടാത്തവർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേരുടെ ഇത് മുഖേന കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ടെന്ന് അവരുടെ ഫോറത്തിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നീഡ് ടു റൈസ് എ റിക്വസ്റ്റ് കോൺടാക്റ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കാണാം, അതിൽ പ്രസ് ചെയ്യുക. ഇതിൽ ഒരുപാട് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഡിലീഷൻ, ഇപ്പോൾ വാലറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത്, അതല്ല പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ, സൈനിങ്, അല്ലെങ്കിൽ ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ഈ ട്രബിൾ സൈനിങ് ഇൻ അല്ലെങ്കിൽ ഫോർഗട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ സെക്ഷൻ. ഒരുപാട് പേര് പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ യൂസർ നെയിം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയിൽ ID ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ ഈ സപ്പോർട്ട് ടീം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് ഓർമ്മയുള്ള ആ ഒരു ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഓർമ്മയുണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ PIയുടെ യൂസർ നെയിം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഫോർഗട്ട്, FORGOT എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫിക്കേഷൻ മെത്തേഡ് ഏതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ടാണ് അതിൽ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആ ഇമെയിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആക്സസബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ ഇമെയിൽ എന്ന് പറയുന്ന സെക്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ ആണെങ്കിൽ ഫോൺ നമ്പർ എന്തായാലും വെരിഫിക്കേഷൻ മിക്കവരും ചെയ്തിട്ടുണ്ടാവില്ല. ഫേസ്ബുക്ക് ആണെങ്കിൽ അങ്ങനെ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫേസ്ബുക്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ മെസ്സേജ് വരുന്നത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പാസ്വേഡ്, എന്തെങ്കിലും പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഐ നെവർ സെറ്റ് എ പാസ്വേഡ്, അത് എന്തായാലും ഓപ്ഷൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ടാകും, കാരണം നിങ്ങൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാകും. ഓർമ്മയില്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഫേസ്ബുക്ക് വെച്ചാണ് നിങ്ങൾ ലോഗിൻ ചെയ്തു എന്നുണ്ടെങ്കിലും കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് കൊടുക്കുക. ഇനി എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഫേസ്ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പേജ് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫേസ്ബുക്ക് കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരു ബ്ലാങ്ക് പേജാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുക. അതല്ല കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് കൊടുക്കുമ്പോൾ ഒരു എറർ പേജാണ് കാണിക്കുന്നു, ഫേസ്ബുക്ക് ലോഗിൻ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നതെങ്കിൽ തേർഡ് കൊടുക്കുക. ഇതെല്ലാം 1 by 1 ആയിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇനിയിപ്പോൾ ഫോൺ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ്, രണ്ടാമത്തെ സെക്ഷനിലുള്ള കാറ്റഗറിയിലുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും എറർ ആണെങ്കിൽ ഇത് നണ്ണ് കൊടുത്താൽ മതി, കാരണം ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് എടുത്താൽ മതി. ഫേസ്ബുക്ക് ആണെങ്കിൽ ഈ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ ടിക്ക് ചെയ്യേണ്ട. എന്നിട്ട് ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഐ ഫോർഗട്ട് മൈ പാസ്വേഡ് എന്നോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റീസൺ എന്ന് വെച്ചാൽ ആ ഒരു റീസൺ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്നെടുക്കുക. എന്നിട്ട് മലയാളത്തിൽ നിങ്ങളുടെ ഫോണിൽ മംഗ്ലീഷ് കീപാഡ് ഉണ്ടെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും. അതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക.
എന്നിട്ട് നിങ്ങൾ എറർ കാണിക്കുന്ന ലോഗിൻ ചെയ്യുമ്പോൾ എന്ത് എററാണ് കാണിക്കുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അത് ഇവിടെ ബ്രൗസ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സെൻഡ് ചെയ്യുക. എല്ലാം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറന്നുപോയ പാസ്വേഡ് അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ നിന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൻ്റെ സെറ്റിങ്സിൻ്റെ പ്രോബ്ലം. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് എടുക്കാം. അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ റീസൺസ് എല്ലാം ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ആ എറർ, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ മറക്കാതെ കൊടുക്കുക. സ്ക്രീൻഷോട്ട് എന്ത് എററാണ് കാണിക്കുന്നത് ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സെക്യൂരിറ്റി സർക്കിളിനെ കുറിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇവിടെ മെൻഷൻ ചെയ്യാം. റെഫറൽ ടീമിനെ കുറിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇത് ഞാനിപ്പോൾ ആക്ച്വലി കൊടുക്കാൻ പോകുന്നുണ്ട്, കാരണം റെഫറലിൽ നിന്ന് കിട്ടിയ ആ ഒരു ബോണസ് നമുക്ക് എപ്പോൾ കിട്ടുമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഓപ്ഷനിലൂടെ അവരോട് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാറ്റ് റൂം, പിന്നെ മൈനിങ് ആൻഡ് ബാലൻസ് ഇഷ്യൂ, ബാലൻസിനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ മൈഗ്രേറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ട്രാൻസ്ഫർ ബാലൻസിലേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് അവരോട് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ബഗ് റിപ്പോർട്ട്, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. സ്കാം റിപ്പോർട്ട്, നിങ്ങളുടെ ടോക്കൺസ് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേരുടെ നഷ്ടമായിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടമാവുന്നത്, അത് എങ്ങനെ നിങ്ങൾക്ക് ഇനി നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ടോക്കൺസ് നഷ്ടമായ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ സ്കാം റിപ്പോർട്ടിൽ വന്നിട്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ സെല്ല് ചെയ്യുമ്പോഴാണോ നഷ്ടമായത് അല്ലെങ്കിൽ ബൈ ചെയ്യുമ്പോൾ നഷ്ടമായി, ഏത് റീസൺ ആണ് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക, അതുപോലെ തന്നെ PI യൂസർ നെയിം കൊടുക്കുക. സ്കാമറിൻ്റെ യൂസർ നെയിം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബൈ ചെയ്തപ്പോഴാണ് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ബൈയിങ് ഓർ സെല്ലിംഗ് ഓഫ് PI കൊടുക്കുക. അല്ലെങ്കിൽ അക്കൗണ്ട് ഇപ്പോൾ ബൈയിങ് സെല്ലിംഗ് ചെയ്തോ അപ്പോഴാണ് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ചെയ്യാം. ഏതെങ്കിലും സ്കാം വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. എന്നിട്ട് റീസണും ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു വെബ്സൈറ്റിൽ പോയപ്പോഴാണ് നിങ്ങൾ പറ്റിക്കപ്പെട്ടത്, അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. റീസൺ ഇവിടെ കൊടുക്കുക. എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയും മാക്സിമം നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കുന്നതാണ് ഈ ഒരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി ബാക്കിയെല്ലാം ഡെവലപ്പർ ഓപ്ഷനാണ്. മെയിൻലി നമ്മൾ ഇത് കാണിക്കാൻ പോകുന്നത് KYCയുടെ ഓപ്ഷനാണ്. KYC സ്ലോട്ട് അസൈൻമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ഒരു കാര്യം, പുതിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് KYC ഒന്നും സ്ലോട്ട്സ് അവൈലബിൾ ആവില്ല. ഫോറത്തിൽ കൊടുത്തിരിക്കുന്നതനുസരിച്ച് ഏകദേശം 30 ദിവസമെങ്കിലും നിങ്ങൾ മൈൻ ചെയ്താൽ മാത്രമേ KYCയുടെ സ്ലോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പുതിയ അക്കൗണ്ടുകൾക്ക്. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ന്യൂലി ക്രിയേറ്റഡ് അക്കൗണ്ട്സ് വിൽ നോട്ട് ബി ഏബിൾ ടു ഇമീഡിയറ്റ്ലി അപ്ലൈ ഫോർ KYC വെരിഫിക്കേഷൻ അൺടിൽ ആഫ്റ്റർ 30 കംപ്ലീറ്റഡ് മൈനിങ് സെഷൻസ്. 30 ദിവസം മൈനിങ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ KYC സെക്ഷൻസ് ഓപ്പൺ ആവുള്ളൂ, അല്ലെങ്കിൽ നോ സ്ലോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. അതുപോലെ തന്നെ എ സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് അക്കൗണ്ട്സ് ഐഡൻറ്റിഫൈഡ് ബൈ ദ അൽഗോരിതം ആസ് പൊട്ടൻഷ്യൽ വയലേറ്റർ ഓഫ് ദ ടേംസ് ഓഫ് സർവീസസ്. അതായത് ഡ്യൂപ്ലിക്കേഷൻ അക്കൗണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വയലേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിലും ആ സ്ലോട്ടുകൾ അവൈലബിൾ അല്ല എന്ന് 30 ദിവസത്തിന് ശേഷവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട് നിങ്ങളെടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയലേഷൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ലോട്ട് അവൈലബിൾ അല്ല എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക, PIയുടെ യൂസർ നെയിം ഇവിടെ കൊടുക്കുക. വെരിഫിക്കേഷൻ മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ ഇമെയിൽ കൊടുക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൊടുക്കുക. അപ്പോൾ ഈ വെരിഫിക്കേഷൻ മെത്തേഡ് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ യു ക്യാൻ ചെക്ക് ബൈ ഓപ്പണിംഗ് ദ PI ആപ്പ്, ടാപ്പിംഗ് ദ അപ്പർ ലെഫ്റ്റ് മെനു, ടാപ്പിംഗ് ദ പ്രൊഫൈൽ. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ പ്രൊഫൈൽ കാണാം. ഇതിൽ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ വെരിഫിക്കേഷൻ മെത്തേഡ് ഏതൊക്കെയെന്ന്. ഈ ടിക്ക് ചെയ്തിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ വെരിഫിക്കേഷൻ മെത്തേഡ്. ഒന്നില്ലെങ്കിൽ ഫേസ്ബുക്ക് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ്, ഈ 2 സെക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് ഓർമ്മയുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പാസ്വേഡ് കയ്യിലുണ്ടാകും, കാരണം KYCക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ S കൊടുക്കുക. അതുപോലെ തന്നെ കൺട്രി ഓഫ് സിറ്റിസൺഷിപ്പ്, അത് ഇന്ത്യ. വാട്ട് ഈസ് യുവർ കൺട്രി ഓഫ് റെസിഡൻസി, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ, മറ്റേതെങ്കിലും കൺട്രിയിലാണെങ്കിൽ അത് കൊടുക്കാം. ആൻഡ്രോയിഡ് ഓർ iOS, ഇതിലേതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ഫോൺ ഏതാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആൻഡ്രോയിഡ് ഏത് ആൻഡ്രോയിഡാണ് നിങ്ങൾ യൂസ് ചെയ്യുക, 8.1 ആണെങ്കിൽ അത് കൊടുക്കുക, iOS ആണെങ്കിൽ അത് കൊടുക്കുക. ഫോൺ ബ്രാൻഡും മൊബൈൽ അല്ലെങ്കിൽ മോഡലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഇവിടെ കൊടുക്കാം. പ്രയർ ടു ആപ്ലിക്കേഷൻ ഐ കനോട്ട് ആക്സസ് മൈ PI ബ്രൗസർ, അത്
ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്ല KYC ആപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അല്ലെങ്കിൽ സ്ലോട്ട്സ് അവൈലബിൾ ആവുന്നില്ല എന്ന സെക്ഷൻ, അതായത് 30 ദിവസം മൈനിങ് സെക്ഷൻ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് സ്ലോട്ട് അവൈലബിൾ ആവുന്നില്ല എന്നാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം. ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ഇഷ്യൂ വിത്ത് ഫസ്റ്റ് സ്ക്രീൻ കൺസെൻറ്റ് ഏജിൻ്റെ പ്രശ്നമാണെങ്കിൽ, അല്ലെങ്കിൽ ID ടൈപ്പിൻ്റെ പ്രശ്നമാണെങ്കിൽ ആ ഒരു സെക്ഷൻ കൊടുക്കാം. ഇനി ID ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇഷ്യൂ വിത്ത് എൻറ്ററിങ് പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ പ്രശ്നമാണെങ്കിൽ, ഇപ്പോൾ നെയിം ഡീറ്റെയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്, നെയിം കൊടുത്തതും ഇതിലെ നെയിമും തമ്മിൽ വ്യത്യാസമുണ്ട്. പേര് ഇതിൽ കൊടുത്തതും അതുപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനിൽ കൊടുത്തതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇഷ്യൂ വിത്ത് എൻറ്ററിങ് പേഴ്സണൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സെൽഫി എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കാം. സെൽഫി എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹൈ HD ക്വാളിറ്റിയിലൊന്നും സെൽഫി എടുത്തിട്ട് അപ്ലോഡ് ചെയ്യരുത്. അതിനൊരു സർട്ടൻ ലിമിറ്റ് ഉണ്ട് അതിൻ്റെ സൈസിന്, ഫോട്ടോയുടെ. അത് മാത്രമേ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് എനിക്ക് നോക്കേണ്ട വരും, ഞാൻ കുറേ നാൾ മുമ്പാണ് ചെയ്തത്. വളരെ ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ സൈസ് ചെറുതായുമുള്ള ഫോട്ടോസ് നിങ്ങൾ സെൽഫി എടുത്ത് കൊടുക്കുക. ഇനി കൺട്രി ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ അത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവസാനം എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സംതിങ് വെൻ റോങ് എന്ന് പറയുന്ന ഒരു എറർ മെസ്സേജ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം അത് നിങ്ങളോട് കൊടുക്കാം. ഇനി KYC റിവ്യൂ പെൻഡിങ്, വെൻ ഡിഡ് യു അപ്ലൈ, അതായത് ഒരുപാട് പേരുടെ KYC ഇപ്പോഴും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ KYC സബ്മിറ്റ് ചെയ്തത്, ആ ഡേറ്റ് നിങ്ങൾക്ക്, ഡേറ്റ് അല്ല, ആ ഒരു മാസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഏത് മാസം, ഇപ്പോൾ ജനുവരി 22 മുമ്പ്, ജനുവരി 2022 മുമ്പാണെങ്കിൽ പൈലറ്റ് KYC ആണ്, അത് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്യണം. ഇതുപോലെ അല്ല, ജനുവരി ടു ഏപ്രിൽ ആണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ടിക്ക് ചെയ്യണം, അതല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. അതല്ല, സിൻസ് ജനുവരി 2023 ശേഷം അപ്പം മുതലാണ് നിങ്ങൾ കൊടുത്തു എന്നുണ്ടെങ്കിലും ജനുവരി ആ ഒരു സെക്ഷൻ നിങ്ങൾ കൊടുക്കുക. അത് ഇപ്പോൾ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ I don't remember കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റുകൾ നമ്മൾ ഓർമ്മയുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നതിലൂടെ അവർക്ക് പെട്ടെന്ന് നമ്മളുടെ ആ KYC ഡീറ്റെയിൽസ് പെട്ടെന്ന് കളക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. I don't remember ആണ് എന്നുണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടി സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അവർക്ക് ചെക്ക് ചെയ്തെടുക്കണം നിങ്ങളുടെ യൂസർ ID ഒക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ റിക്വസ്റ്റ് ഫോർ യുവർ പെൻഡിങ് KYC ആപ്ലിക്കേഷൻ, നിങ്ങളിപ്പോൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തു, പക്ഷേ അതിൽ എന്തെങ്കിലും എറർ ഉണ്ട്, അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ID ടൈപ്പ് തെറ്റാണെങ്കിൽ ഇത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേരും KYC ആപ്ലിക്കേഷനിലെ പേരും അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിലിലെ പേരും തെറ്റാണെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. ഇതിൽ ഒരുപാട് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് എല്ലാം ഇതുപോലെ ടിക്ക് ചെയ്ത് കൊടുക്കാം. മിക്കവരുടെയും സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും വന്നിരിക്കുന്നത്, അതായത് KYCയിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിലും ഉള്ള പ്രൊഫൈൽ നെയിമൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ IDയിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ മിസ്സിംഗ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. മിക്ക ആളുകളുടെയും സെക്കൻഡ് നെയിം ഒന്നും ഉണ്ടാവില്ല ആധാർ കാർഡിലോ അല്ലെങ്കിൽ പാൻ കാർഡിലൊക്കെ, അങ്ങനെയുള്ള ആളുകൾ തേർഡ് ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൺട്രിയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നു ബൈ മിസ്റ്റേക്ക് എങ്കിൽ അത് കൊടുക്കാം. അതല്ല, ലോ ക്വാളിറ്റി ഇമേജ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൊടുക്കാം. വേറെ എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനും ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് റിജക്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സെക്ഷൻ എടുത്തിട്ട് നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ വാലിഡേഷൻ ടൈമിൽ എന്തൊക്കെ മിസ്റ്റേക്കാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വാലിഡേഷൻ ടൈം, അതുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഓപ്ഷനൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്ത് എററാണ് കാണിക്കുന്നു അതിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ കംപ്ലീറ്റ്ലി വായിച്ച് പറയാൻ പറ്റില്ല, എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ എന്തെങ്കിലും എറർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് KYC സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ആവശ്യം വരില്ല, കാരണം നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, എന്താണ് KYC റിജക്റ്റ് ചെയ്യാനുള്ള കാരണം, നിങ്ങളുടെ പേര് വ്യത്യസ്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗൂഗിളിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം, ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ KYCയിൽ നിങ്ങൾക്ക് കാണിക്കുന്ന റിജക്ഷൻ പ്രോസസ്സ് എന്താണ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെൻറ്റേറ്റീവ് KYC ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അതിനായി ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, ടെൻറ്റേറ്റീവ് KYC എന്നാൽ ഓൾറെഡി നിങ്ങളുടെ KYC അപ്രൂവ്ഡ് ആണെങ്കിലും ഒരു റീചെക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞാൽ മാത്രമേ മൈഗ്രേഷൻ പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് ഒരു ക്യൂ ആയിട്ട് കിട്ടുകയുള്ളൂ.
എന്നിരുന്നാലും ടെൻറ്റേറ്റീവ് KYC ഉള്ള ആളുകൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് നോക്കുക. ഇതിൽ ടെൻറ്റേറ്റീവ് KYCൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇതിൽ ഇപ്പോൾ കാണിക്കുന്നില്ല. ഇവർ പറയുന്നതനുസരിച്ച് ഓൾറെഡി അപ്രൂവ്ഡ് ആണ്, പക്ഷേ ഒന്നുകൂടി റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ വരുന്ന എറർ മെസ്സേജ് ഇവിടെ ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഒരു സ്ക്രീൻഷോട്ട് ദെൻ സെൻഡ് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ KYC കംപ്ലീറ്റ് ആകാത്ത ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടെൻറ്റേറ്റീവ് KYC എടുത്ത അല്ലെങ്കിൽ ആ സ്റ്റാറ്റസ് കിട്ടിയ ആളുകൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ ഈ ഓപ്ഷൻസ് എല്ലാം നിങ്ങളുടെ കംപ്ലീറ്റ് ആയിരിക്കും. കാരണം മറ്റുള്ള എറേഴ്സ് ഒന്നുമില്ല. നിങ്ങളുടെ ഓൾറെഡി അപ്രൂവ്ഡ് ആയിട്ട് പിന്നീടാണ് ആ സ്റ്റാറ്റസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റും കാര്യങ്ങളും മാത്രം, ഈ ഒരു ഓപ്ഷനൊക്കെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതിയാകും. അതിനുശേഷം അപ്ലോഡ് ചെയ്യുന്ന ടൈമിന് ഒരു സ്ക്രീൻഷോട്ട്, നിങ്ങളുടെ ടെൻറ്റേറ്റീവ് KYCൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൂടി കൊടുക്കുക. My KYC is already been approved, but now it's converted into tentative KYC status. അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ടീമിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളുടെ മെയിൻ സ്ക്രീനിലേക്ക് വരിക. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന 3 ലൈനിൽ പ്രസ് ചെയ്യുക. ദെൻ സപ്പോർട്ട് പോർട്ടലിൽ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് മാക്സിമം KYC കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും തന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.